ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ഇലക്ഷൻ ഡേ. നമ്മളുടെ ഇലക്ഷനെക്കുറിച്ചുള്ള ടോപ്പിക്കല്ല. ഇന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് ഇലക്ഷനെക്കുറിച്ച് ജസ്റ്റ് ഒരു ഒന്ന് രണ്ട് വരികൾ പറയാനാണല്ലോ. നമ്മുടെ സംസ്ഥാനത്ത് എന്താണ് പറയുന്നത്, ഈ അറബ് വസന്തം എന്നൊക്കെ പറയുന്ന പോലെ ഒരു കേരള വസന്തത്തിനുള്ള സ്കോപ്പുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. എല്ലാവരും വോട്ട് ചെയ്തു. നമ്മുടെ ജനാധിപത്യ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുവാനും ജനാധിപത്യ സംസ്കാരത്തെ നിലനിർത്താനും ഒക്കെ തന്നെ വളരെ ആവേശകരമായിട്ടുള്ള ഒരു എന്താണ് പറയുന്നത് പങ്കെടുക്കൽ ജനങ്ങളിൽ നിന്നുണ്ടായി എന്ന് കരുതുന്നു. ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഇസ്രായേൽ വാറിൻ്റെ പശ്ചാത്തലത്തിലുള്ള ടോപ്പിക്കാണ്. അത് നമുക്കറിയാം, ഹോർമൂസ് കടലെടുക്കാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ് ലോകം മൊത്തം പറഞ്ഞാൽ. പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾ എന്നുവെച്ചാൽ അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യ, ചൈന, ഈവൻ ജപ്പാൻ, സൗത്ത് കൊറിയ, ഏഷ്യയിലെ രാജ്യങ്ങളൊക്കെ തന്നെ. അതുപോലെ മിഡിൽ ഈസ്റ്റിലെ എനർജി എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ GCC മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ എനർജി എക്സ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ മെർച്ചൻഡൈസ് അങ്ങോട്ട് ചെല്ലുവാനും ഈ പറഞ്ഞ ഹോർമൂസ് കടലെടുക്ക്, സ്ട്രൈറ്റ് ഹോർമൂസ് വളരെ പ്രധാനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോക്ക് പോയിൻ്റ് എന്ന് പറയാൻ പറ്റും. ഒരു സ്ട്രൈറ്റാണ്. ഒരു ഒമാനും ഇറാനും തമ്മിൽ ഇടയ്ക്കുള്ള ഒരു നാരോ പാത്താണ്. ഒരു 10-30 കിലോമീറ്റർ എന്താണ് ഡിസ്റ്റൻസ് വരുന്ന വിട്ട് വരുന്ന ഒരു നാരോ പാത്താണ് ശരിക്കും പറഞ്ഞാൽ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിന് മുമ്പ് അത് കുഴപ്പമൊന്നുമില്ല, ഫ്രീ ആയിട്ടുള്ള പാസേജ് ആയിരുന്നു. പക്ഷേ യുദ്ധത്തിന് ശേഷം നെക്സ്റ്റ് ഡേയിൽ തന്നെ ഇറാൻ അത് എന്താണ് പറയുന്നത് ആ കടലിൻ്റെ അല്ലെങ്കിൽ ആ സ്ട്രേറ്റ് ഹോർമൂസിൻ്റെ കൺട്രോൾ ഇറാൻ ഏറ്റെടുക്കുകയും അത് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ക്ലോസ് ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മെർച്ചൻഡൈസ് ടു ആൻഡ് ഫ്രോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇതിനകത്ത് കൂടെ പോകാൻ സാധിക്കത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള എനർജി ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയൊരു സെറ്റ് ബാക്കാണ്. കാരണം നമുക്കറിയാം, രാജ്യത്തിൽ എനർജിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, പല ടോപ്പിക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇന്ത്യ ആയാലും ശരി, ഈവൻ ചൈന ആയാലും ശരി, ഈവൻ പാകിസ്ഥാൻ, ജപ്പാൻ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഈ കൊറിയ ഇതുപോലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഈ എനർജിയെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ എനർജി അവർ ഇമ്പോർട്ട് ചെയ്യുന്നതിനകത്തിൽ ഏറ്റവും നല്ലൊരു ശതമാനം ഈ സ്ട്രേറ്റ് ഹോർമൂസ് മിഡിൽ ഈസ്റ്റിലെ കാര്യങ്ങളാണ് പറയുന്നത്. മിഡിൽ ഈസ്റ്റിനെയാണ് ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ നല്ലതായിട്ട് ആശ്രയിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് ജിയോഗ്രാഫിക്കൽ പ്രോക്സിമിറ്റി ഉണ്ട്. പ്രോക്സിമിറ്റി അടുത്തുള്ള ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ വെനീസ്വേലയിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് ഈവൻ റഷ്യയിൽ നിന്നൊക്കെ പോയി, അല്ലെ മറ്റ് ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലെ പല രാജ്യങ്ങളിൽ നിന്നൊക്കെ പോയി നമുക്ക് ഈ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും അടുത്തുള്ള പ്രദേശമായതുകൊണ്ടും ഒക്കെ തന്നെ നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്താണ് പറയുന്നത് ചോക്ക് പോയിൻ്റാണ്, അല്ലെങ്കിൽ ഈ കടലിടുക്കാണ്. അപ്പം ഈ സൂയസ് കനാൽ ഈജിപ്തിൻ്റെ നിയന്ത്രണത്തിലാണ്. അതുപോലെ തന്നെ പനാമ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ഈ രണ്ട് രാജ്യങ്ങളും ഇതുവഴി ഉള്ള മർച്ചൻ്റ് ഷിപ്സിൻ്റെ മുകളിൽ അവർ ടോൾ വിധിക്കുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതവരുടെ സ്വന്തം നിയന്ത്രണത്തിലുള്ളതാണ്. സൂയസ് കനാലായാലും ഈജിപ്തിൻ്റെ നിയന്ത്രണത്തിലാണ്. മറ്റേ പനാമ കനാലും നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്ട്രേറ്റ് ഹോർമൂസിൽ ഇപ്പോൾ ഇറാൻ നിയന്ത്രണം ഏറ്റെടുത്തത് കൊണ്ട് ഇറാന് ഈ യുദ്ധവും അമേരിക്കയുമായിട്ടുള്ള ഈ പറഞ്ഞ പീസ് അല്ലെങ്കിൽ സീസ് ഫയർ ഡീലുണ്ടല്ലോ, ആ ഡീലിൽ അവർ മുന്നോട്ട് വെച്ച 10 ഉപാധികൾ അല്ലെങ്കിൽ കണ്ടീഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ് ഈ പറഞ്ഞ സ്ട്രേറ്റ് ഹോർമൂസിൽ ഫീസ് ടോൾ വിധിക്കാനുള്ള അവകാശം നിലനിർത്തുക, അല്ലെങ്കിൽ അതിനുവേണ്ടി ഇറാനെ അനുവദിക്കണം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, മറ്റു രാജ്യങ്ങളൊന്നും അതിനെ ഹൃദയപൂർവ്വം അല്ലെങ്കിൽ ഓപ്പൺലി അതൊന്നും അംഗീകരിക്കത്തില്ല. കാരണം അത് അംഗീകരിക്കാത്തതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊത്തിരി പ്രത്യാഘാതങ്ങളുണ്ട്. പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇറാൻ സ്വന്തമായി ഡെവലപ്പ് ചെയ്തെടുത്തുന്നില്ല. ഇതൊരു നാച്ചുറൽ പാസ്വേ ആണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അന്താരാഷ്ട്ര മാരിടൈം ലോ അനുസരിച്ച്, ലോ ഓഫ് ദി സീ അനുസരിച്ചിട്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഇടങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിനോ അല്ലെങ്കിൽ കൂട്ടായിട്ടുള്ള രാജ്യങ്ങൾക്കോ തീർച്ചയായിട്ടും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ആർബിട്രേഷൻ അവർ പറയുകയാണ്, നാളെ മുതൽ ഇതുവഴി കടന്നു പോകുന്ന കപ്പലുകൾ ഒക്കെ തന്നെ ടോൾ തരണം, അല്ലെങ്കിൽ ടോൾ പിരിവ് ഞങ്ങൾ ഏർപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ ടോള് തരാത്ത കപ്പലുകൾക്ക് പോകാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതിനെല്ലാം അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങൾ എല്ലാത്തിനും ഉണ്ടില്ലെന്ന് പറയുന്നില്ല. അതൊന്നും പല രാജ്യങ്ങളും അതൊന്നും അംഗീകരിക്കാറില്ല. അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊന്നും ഈ ഇൻ്റർനാഷണൽ ലോസ് ഒന്നും അനുസരിച്ച് മറ്റു രാജ്യങ്ങളോട് ഇടപെടുന്ന രാജ്യമെല്ലാം നമ്മൾ മനസ്സിലാക്കണം. എന്നിരുന്നാൽ തന്നെയും അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട്. ഇപ്പോൾ കപ്പൽ ലോ ഓഫ് സീ ഉണ്ട്. അതുപോലെ തന്നെ വ്യോമ ഗതാഗതമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. അങ്ങനെ ഏതിനും നിയമങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇൻ്റർനാഷണൽ ലോസ് ഉണ്ട്. അത് രാജ്യങ്ങളെല്ലാം ഒത്തുചേർന്ന് ഇപ്പോൾ UN
ആ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് എല്ലാം അംഗീകരിച്ച് രാജ്യങ്ങളെല്ലാം അതിനെ പൊതുവേ എൻഡോസ് ചെയ്ത നിയമങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും അത് അംഗീകരിക്കാനുള്ള പിന്നെ ഉത്തരവാദിത്വം ഉണ്ട്. പക്ഷേ മൈറ്റ് ഈസ് റൈറ്റ് എന്ന് നമ്മൾ പറയുമ്പം, അതായത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, അധികാരവും ശക്തിയുള്ള അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ തീർച്ചയായിട്ടും അതൊക്കെ എപ്പോഴും അവരുടെ ഇഷ്ടം അനുസരിച്ച് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അവർ എപ്പോഴും എന്താണ് പറയുന്നത്, ഒരു രാജ്യമെന്ന രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഇടപെടലിൽ അവരുടെ നയങ്ങളിലും പിന്നെ നിലപാടുകളിലൊക്കെ തന്നെ അവർ നിയമങ്ങൾ കൂടുതലായിട്ടൊന്നും പാലിച്ച് കാണാറില്ല. അല്ലെങ്കിൽ അവർക്ക് അനുയോജ്യമായ രീതിയിൽ ആ നിയമങ്ങളെയൊക്കെ അവർ പിന്നെ മാനിപ്പുലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെയൊക്കെ തന്നെ എന്താ പറയുക നോക്കുകുത്തിയായിട്ട് നിർത്തിയിട്ട് ആണ് അമേരിക്ക ഫങ്ഷൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ അതുപോലുള്ള പവർഫുള്ളായിട്ടുള്ള രാജ്യങ്ങൾ തീർച്ചയായിട്ടും. ഓക്കെ, യുദ്ധം തന്നെ ഇൻ്റർനാഷണൽ ലോയുടെ ഏറ്റവും വലിയ വയലേഷനാണ് ഇല്ലേ? മറ്റൊരു രാജ്യത്തിനെ കടന്നാക്രമിക്കുക എന്നുള്ളത് തന്നെ, അതിപ്പോൾ ഏത് രാജ്യമായാലും ശരി, ഇന്ത്യ പാകിസ്ഥാനായാലും പാകിസ്ഥാൻ ഇന്ത്യ ആയാലും യൂണിലാറ്ററലായിട്ട് ഏകപക്ഷീയമായിട്ട് കടന്നാക്രമിക്കുക എന്ന് പറയുന്നത് തന്നെ ഇൻ്റർനാഷണൽ ലോയുടെ ഏറ്റവും എന്താണ് പറയുന്നത് പ്രകടമായിട്ടുള്ള നഗ്നമായിട്ടുള്ള ലംഘനമാണ്. ഇപ്പം അമേരിക്കയും ഇറാനും തമ്മിൽ, അല്ലെങ്കിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ കഴിഞ്ഞ വർഷവും പീസ് ടോക്ക് നടക്കുന്ന സമയത്താണ്, സമാധാന ചർച്ചകൾ നടക്കുന്ന സമയത്താണ് അവർ ഇറാനെ ആക്രമിക്കുന്നത്. ഈ പ്രാവശ്യം അതുപോലെ തന്നെ പീസ് ടോക്ക് ഒമാൻ്റെ പിന്നെ സാന്നിധ്യത്തിൽ ഒമാനിലെ പീസ് ടോക്ക് നടക്കുമ്പോഴാണ് ഈ പറഞ്ഞ യുദ്ധത്തിന് തുടക്കം അമേരിക്കയും ഇസ്രായേലും തമ്മിൽ നടത്തുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ഇൻ്റർനാഷണൽ ലോയുടെ ഏറ്റവും നേക്കഡായിട്ടുള്ള വയലേഷനാണ്, വളരെ പ്രകടമായിട്ടുള്ള വയലേഷൻ. അപ്പോൾ ഇതൊക്കെ തന്നെ അമേരിക്കയോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ പറഞ്ഞ ലോകത്ത് ഇതുപോലുള്ള പരിപാടികളൊക്കെ തന്നെ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, അപ്പം ഇറാനെ സംബന്ധിച്ച് ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് അവരുടെ സ്വന്തം എന്ന് പറയാൻ അവർക്ക് അതിൻ്റെ മുകളിൽ ഡോമിനൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ ജുറിസ്ഡിക്ഷനിൽ വരുന്നൊരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും അതിനൊരു പിന്നെ ഡോമിനൻസ് നമുക്കതിനെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഇന്ത്യയും ശ്രീലങ്കയും എന്ന് പറയുന്ന രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു സ്ട്രൈറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു കടലിടുക്ക്, അല്ലെങ്കിൽ ആ ഒരു ബൈപ്പാസ്, ആ ഒരു പാസേജ്, സീ പാസേജ്, അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് കൺട്രോൾ ചെയ്യാൻ, നമ്മളും ശ്രീലങ്കയും ഒരുമിച്ചാണെങ്കിൽ തന്നെ ഒരു വലിയൊരു പവർ എന്ന രീതിയിൽ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ വേണമെങ്കിൽ ഒരു ക്രൈസിസ് സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമുക്ക് സാധിക്കുമെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ഇറാന് ഈ പറഞ്ഞ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൻ്റെ മുകളിലുള്ള ഒരു നിയന്ത്രണം. അറ്റ് ദ സെയിം ടൈം ഒമാനും അതിനകത്തിൽ തീർച്ചയായിട്ടും ഒരു നമുക്ക് എന്താണ് പറയുന്നത് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു പിന്നെ എന്താണ് പറയുന്നത് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് തീർച്ചയായിട്ടും. കാരണം ഈ രണ്ട് രാജ്യങ്ങളാണ് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ്. അപ്പോൾ ആദ്യം നമുക്കറിയാം മിഡിൽ ഈസ്റ്റിലിപ്പോൾ ഗൾഫിലിപ്പോൾ അത്യാവശ്യം ഇറാനുമായിട്ട് കുഴപ്പമില്ലാത്തൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന രാജ്യം ഒമാനാണ്. അപ്പോൾ ഇറാൻ്റെ ഈ ഒരു കണ്ടീഷൻ ഇപ്പോൾ ഒമാൻ അതിനെ തീർച്ചയായിട്ടും അംഗീകരിക്കുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം ഇതിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ കൂടുതൽ, കാരണം ഇപ്പോൾ ഒരു ഇറാനെ സംബന്ധിച്ച് അവർ നോക്കുന്നത് ഈ പറഞ്ഞ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൽ ടോൾ പ്ലാസ പോലെ, നമ്മൾ റോഡിലേക്ക് ടോൾ കളക്ട് ചെയ്യുന്ന പോലെ തന്നെ ടോൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഒരു ബാരൽ ഓയിലിനെ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിനെ $1 അല്ലെങ്കിൽ ഇത്ര $1 എന്നുള്ള രീതിയിലാണ് അവർ കളക്ട് ചെയ്യാൻ തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അവർ കളക്ട് ചെയ്യുന്നത് അവരെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്കറിയാം തകർന്നടിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ യുദ്ധത്തിലൊക്കെ അവർക്ക് സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒത്തിരി പിന്നെ ഡോമിനൻസോ അല്ലെങ്കിൽ അഡ്വാൻറ്റേജൊക്കെ അമേരിക്കയ്ക്ക് ഇസ്രായേലിൻ്റെ മുകളിലൊക്കെ ലഭിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെയും അവർ തീർച്ചയായിട്ടും ഒത്തിരി നാശനഷ്ടങ്ങൾ ആ രാജ്യത്തിന് ഉണ്ടായിട്ടുണ്ട്. ഒന്നാമതേ വർഷങ്ങളായിട്ട് ദശാബ്ദങ്ങളായിട്ട് നിലനിൽക്കുന്ന സാങ്ഷൻസും അവർക്ക് അവരുടെ പ്രധാനപ്പെട്ട എനർജി സോഴ്സായിട്ടുള്ള ഓയിൽ അല്ലെങ്കിൽ ക്രൂഡ് എനർജി അവർക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിപണിയിൽ അവർക്ക് സ്വതന്ത്രമായി വിൽക്കാൻ സാധിക്കാത്തതുകൊണ്ട് അതിൽ നിന്നുള്ള വരുമാനക്കുറവൊക്കെ തന്നെ, പിന്നെ സാങ്ഷൻ നമുക്കറിയാം അമേരിക്കയുടെ സാങ്ഷൻ ഏത് രാജ്യത്തിന് മണ്ടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആ രാജ്യം നമുക്കറിയാം അതിൻ്റെ നട്ടലൊടിയും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. കാരണം ആ രാജ്യത്തിന് നമുക്കറിയാം ഒരു രീതിയിലുള്ള ട്രേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പോർട്ടും എക്സ്പോർട്ടും നടത്താൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള രാജ്യങ്ങൾ ഏത് രാജ്യത്തിൻ്റെ മുകളിലാണോ അമേരിക്കയുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഈ ടൂൾ, അവരുടെ രാജ്യത്തിനോട് യുദ്ധം ചെയ്യുന്നതിൽ ഏറ്റവും പിന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന യുദ്ധം അതിൻ്റെ ഏറ്റവും വോസ്കേഴ്സ് സെനോറിയാണ്. എന്ന് വെച്ചാൽ അതിനും മുമ്പേ അവർ യുദ്ധം ചെയ്ത് തുടങ്ങുന്നില്ല, സാമ്പത്തിക യുദ്ധങ്ങളിൽ കൂടിയാണ് അവർ ഏതൊരു രാജ്യത്തിനെ ആക്രമിച്ചു തുടങ്ങുന്നില്ല. അത് ഈ സാങ്ഷൻ എന്നുള്ള ഒരു ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ടൂൾ എടുത്ത് ഒരു രാജ്യത്തിൻ്റെ മണ്ടയ്ക്ക് പ്രയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ രാജ്യത്തിനെ അവർക്ക് ഡീസ്റ്റബിലൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിനുശേഷം അതിന് അവസാനം നമ്മൾ ഒരു ഉന്തിൻ്റെ കൂടെ തള്ള് എന്ന് പറയുന്ന പോലെയാണ് ബാക്കി ഈ പറഞ്ഞ ആംഡ് കോൺഫ്ലിക്റ്റിലൊക്കെ അവർ വരുന്ന പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇറാൻ ഈ ടോൾ പിരിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നു അവരുടെ രാജ്യത്തിന് ഈ റവന്യൂ ഉണ്ടാക്കുക, ഇൻകം ഉണ്ടാക്കുക, അതുവഴി അവർക്ക് ഈ പറഞ്ഞ ഈ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ട അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ രാജ്യത്തെ റീകൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളൊരു രീതിയിലാണ് അവർ ഈ പറഞ്ഞ ടോൾ വിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്തിൽ തീർച്ചയായിട്ടും ഒമാന് ഇതിനോട് പിന്നെ എന്താ പറയുന്നത് റിക്കൺസിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനോട് എഗ്രി ചെയ്യാനുള്ള സാധ്യത ഇല്ല എന്നാണ് നമുക്ക് പൊതുവെ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഒമാൻ ഇതിനോട്
ഇതിനെ അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഏകദേശം ഒരു ബാരൽ ക്രൂഡിനെ $1 വെച്ചിട്ടാണ് ടോൾ പിരിക്കാൻ ഇറാൻ ഏകദേശം തീരുമാനിച്ചിരിക്കുന്നത്. അത് ഫലത്തിൽ വന്നിട്ടൊന്നുമില്ല തീർച്ചയായിട്ടും. അപ്പോൾ ഈ നമുക്കറിയാം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഈ പറഞ്ഞ 10-20% ഗ്ലോബൽ ട്രേഡിൻ്റെ 10-20% ഈ പറഞ്ഞ ഒരു പിന്നെ കടലിടുക്കിൽ കൂടാണ് പോകുന്നത്. 20 അല്ലെങ്കിൽ 25, 20 മുതൽ 30% വരെ. 30% ഉണ്ടോ തോന്നുന്നില്ല. പൊതുവേ ഉള്ള റിപ്പോർട്ടുകളെല്ലാം പറഞ്ഞ് 20% എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 20% എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും പിന്നെ നെഗ്ലക്റ്റ് ചെയ്യാം. ബാക്കിയപ്പോൾ 80% ഉണ്ടല്ലോ എന്ന് ഓർത്ത് നമുക്ക് തീർച്ചയായിട്ടും അത് ലോകത്തിൻ്റെ മറ്റു ഭാഗത്തു നിന്നുള്ള പിന്നെ എനർജിയുടെ എക്സ്പോർട്ട് ഇമ്പോർട്ടും അത് മറ്റു പല വഴികളിൽ കൂടെയാണ് പോകുന്നത്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഈ പറഞ്ഞ ഓയിലിൻ്റെ അല്ലെങ്കിൽ ക്രൂഡിൻ്റെ എനർജിയുടെ അതാണല്ലോ ഈ പറഞ്ഞ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു എനർജി റൂട്ട് എന്ന് പറഞ്ഞാൽ ഗൾഫിൽ നിന്ന് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എനർജിയുടെ റൂട്ടാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും 20% ഏകദേശം മിഡിൽ ഈസ്റ്റിൽ നിന്നും എനർജി പുറം ലോകത്തേക്ക് ഒഴുകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ 20% എന്ന് പറയുമ്പം തീർച്ചയായിട്ടും ഏറ്റവും ലോകത്തിലെ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന കൺസ്യൂമേഴ്സായിട്ടുള്ള ചൈനയും ഇന്ത്യയും ഒക്കെ തന്നെ ഈ പറഞ്ഞ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ കൂടെയുള്ള ഷിപ്പിംഗ് റൂട്ടാണ് നമ്മളൊക്കെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന ക്രൂഡിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇതിനകത്ത് ടോൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇറാനെ സംബന്ധിച്ച് വലിയൊരു ജാക്ക്പോട്ടാണ്. ജാക്ക്പോട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു വർഷം ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ റവന്യൂ അതിൽ നിന്ന് തന്നെ മാത്രം അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിൽ നിന്ന് അവരുടെ യുദ്ധത്തിൻ്റെ ഫലമായിട്ട് തകർന്നടിഞ്ഞ രാജ്യത്തിനെ അവർക്ക് തീർച്ചയായിട്ടും റീകൺസ്ട്രക്ട് ചെയ്യാൻ ഒരു പക്ഷേ ഇത് വലിയൊരു പിന്നെ എന്താണ് ഇൻകം സോഴ്സായിട്ടാണ് ഇറാൻ കരുതുന്നത്. അപ്പോൾ അവർ മുന്നോട്ട് വെച്ച 10 ഉപാധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഉപാധി ഇതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഒമാൻ ഇതിനോട് യെസ് പറഞ്ഞാൽ മാത്രമേ തീർച്ചയായിട്ടും ഒരു പക്ഷേ ഇത് പൂർണ്ണമായിട്ടും ഇറാന് ഇത് എന്നാണ് പറയുന്നത് നടപ്പിലാക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇപ്പം ഇറാനുമായിട്ട് നല്ല സൗഹൃദത്തിലും കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു രാജ്യം പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിൽ ഈ ഒമാനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പീസ് ടോക്കും അല്ലെങ്കിൽ അതുപോലുള്ള സമാധാന ചർച്ചകളൊക്കെ തന്നെ നടക്കുകയും അല്ലെങ്കിൽ നടക്കണമെങ്കിലും ഒക്കെ തന്നെ ഒമാൻ ഇറാനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒമാൻ്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ നിലപാടെന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇറാൻ ഒരു പക്ഷേ അത് നെഗ്ലക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ റെഫ്യൂസ് ചെയ്യാനോ സാധിക്കത്തില്ല. അപ്പോൾ ഒമാൻ്റെ ട്രാൻസ്പോർട്ടേഷൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്ന ഇറാൻ്റെ ഈ ഒരു കണ്ടീഷനോട് യോജിക്കാൻ സാധിക്കത്തില്ല. കാരണം സൂയസ് കനാൽ പോലെയോ പനാമ കനാൽ പോലെയോ ഇത് മനുഷ്യനിർമ്മിതമല്ല, ഇത് നാച്ചുറലായിട്ടുള്ള ഒരു ഇടമാണ്. അപ്പോൾ അതാണ് ഇൻ്റർനാഷണൽ ലോ ഓഫ് ദ സീ പറയുന്നത്. അങ്ങനെയാണ് ലോ ഓഫ് ദ സീക്കകത്തിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തീർച്ചയായിട്ടും മനുഷ്യനിർമ്മിതമായിട്ടുള്ള കനാൽ ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സ്വന്തമാണ് എന്ന് പറയാൻ കഴിയുന്ന സൂയസ് കനാൽ പോലോ പനാമ കനാൽ പോലോ ഉള്ളതാണെങ്കിൽ അവിടെ ആ രാജ്യങ്ങൾ ടോൾ വിധിക്കുന്നത് നമുക്ക് മറ്റു രാജ്യങ്ങൾക്കൊന്നും പറയാൻ സാധിക്കത്തില്ല. ഇപ്പം നമ്മളുടെ ഒരു ഇടം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ എല്ലാ രാജ്യത്തിനും അവരായിട്ടുള്ള എക്സ്ക്ലൂസീവായിട്ടുള്ള ഇക്കണോമിക് സോൺസ് ഉണ്ട്. ഈ പറഞ്ഞ നമ്മുടെ ഓഷ്യനിൽ ഇപ്പം ഇന്ത്യയുടെ അതിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരയതിർത്തി മാത്രമല്ല, അപ്പോൾ കടലിലേക്ക് നമുക്ക് ഇത്ര നോട്ടിക്കൽ മൈൽസ് വരെ നമ്മുടെ ആയിട്ടുള്ള അതിർത്തി ഉണ്ട്. അപ്പോൾ കടലുള്ള എല്ലാ രാജ്യങ്ങൾക്കും ആ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള നോട്ടിക്കൽ മൈൽസ് അവരുടെ പിന്നെ അതിർത്തിയായിട്ട്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടുള്ള അധികാരം നമുക്കായിരിക്കും. മറ്റൊരു രാജ്യത്തും നമ്മുടെ അനുവാദമില്ലാതെ അവിടെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പം ഈ കൃത്യമായിട്ട് നിൽക്കത്തില്ല എത്ര നോട്ടിക്കൽ മൈൽസ് വരെയാണെന്ന് അറിയില്ല ഇന്ത്യയുടെ ആ ഒരു എന്താണ് നമ്മുടെ എന്താണ് അതിന് പറയുന്നത് എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ ആണെന്ന് തോന്നുന്നു അതിന് പറയുന്നത് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഇക്കണോമിക് സോണിൽ ഇന്ത്യക്ക് പിന്നെ അതൊക്കെ അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് മറ്റൊരു രാജ്യത്തിനും അത് ലംഘിക്കാൻ സാധിക്കത്തില്ല. അവർ ശക്തി ഉപയോഗിച്ചല്ലാതെ തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ ശക്തി ഉപയോഗിച്ചല്ലാതെ. നോർമൽ കേസിൽ ഒരു രാജ്യത്തിനും തീർച്ചയായിട്ടും ഇപ്പം നമ്മളുടെ ആ ഒരു കടലിലുള്ള നമ്മളുടെ അതിർത്തിയിൽ മറ്റു രാജ്യത്തിൻ്റെ നമ്മളോട് അനുവാദം ചോദിക്കാതെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ചൈനയുടെ ആയാലും പാകിസ്ഥാൻ്റെ ആയാലും ഈവൻ ഏത് രാജ്യത്തിൻ്റെ ആയാലും അമേരിക്കയുടെ ഒക്കെ തന്നെ ആയാലും ഒരു നേവൽ ഷിപ്പൊക്കെ ഇതിനകത്തിലേക്ക് വരണമെങ്കിൽ നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ ഒരിക്കലും അവർക്ക് വരാൻ പറ്റത്തില്ല. അതിനും പുറത്തുള്ള ഇൻ്റർനാഷണൽ സീ ആണ്. അവിടെ ആർക്കും ഏത് രീതിയിലും ഫ്രീ ആയിട്ട് നമ്മൾ പൂന്ത് വിളയാടാം, വിരാജിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എല്ലാ രാജ്യത്തിനും കടലുള്ള എന്നുവെച്ചാൽ പിന്നെ ഈ സീ ബോർഡറുള്ള എല്ലാ രാജ്യങ്ങൾക്കും എക്സ്ക്ലൂസീവ് സോണുണ്ട്. അപ്പോൾ അതിനകത്തിൽ ആ രാജ്യത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരു രാജ്യത്തിനും പോകാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുപോലെ ഈ സൂയസ് കനാലും പനാമ കനാലും പറഞ്ഞാൽ ഈ ഈജിപ്തിൻ്റെയും പനാമയുടെയൊക്കെ അവർക്കാണ് അതിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള റൈറ്റ്. അപ്പോൾ തീർച്ചയായും അതുവഴി കടന്നു പോകുന്ന പിന്നെ ഈ ചരക്ക് കപ്പലുകൾക്ക്
അവർ നിശ്ചയിക്കുന്ന ടോൾ കൊടുത്തേ പറ്റത്തുള്ളൂ. ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ സീ റൂട്ടാണ്. അവിടെ ഇറാൻ അതിൻ്റെ മുകളിൽ പൂർണ്ണമായിട്ടുള്ള അധികാരം എന്താണ് പറയുന്നത് ഇമ്പോസ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഇതിനോട് ഒത്തുപോകുവാൻ കഴിയില്ലെന്നാണ് ഒമാൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് പ്രകൃതി നിർമ്മിതമായതുകൊണ്ടാണ്. അതുകൊണ്ടപ്പം ഇതുവഴി പോകുന്ന കപ്പലുകളുടെ മേളിൽ ഈ പറഞ്ഞ ടോൾ അല്ലെങ്കിൽ ഫീസ് ഏർപ്പെടുത്താൻ കഴിയത്തില്ല എന്നുള്ളതുകൊണ്ട് ഒമാൻ ഇതിനെ എതിർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയുന്നത്. അപ്പോൾ ഒമാനും ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളും അന്താരാഷ്ട്ര സമുദ്ര കരാർ എന്ന് വെച്ചാൽ ഈ ഇൻ്റർനാഷണൽ ലോ ഓഫ് സീ, അപ്പം അത് എല്ലാ രാജ്യങ്ങളും പറഞ്ഞാൽ അന്താരാഷ്ട്ര നിയമങ്ങളിൽ എല്ലാ രാജ്യങ്ങളും ഒപ്പുവെക്കുക എന്നുള്ളതൊരു രീതിയാണ്. ചില രാജ്യങ്ങൾ ചില കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഒപ്പുവെക്കത്തില്ലായിരിക്കും. അതും നമുക്ക് അവരുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെയൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ സംരക്ഷിക്കാൻ വേണ്ടിയൊക്കെ ചിലപ്പോൾ അവർ ഒപ്പുവെക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ തൽക്കാലം ഒപ്പുവെക്കാതിരിക്കുകയോ ചെയ്യും. പല ട്രീറ്റീസ് ഉണ്ട്, ഇൻ്റർനാഷണൽ ട്രീറ്റീസ്. അപ്പോൾ ഈ പറഞ്ഞ ട്രീറ്റിയിലൊക്കെ തന്നെ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ ഒക്കെ ഒപ്പുവെച്ചിട്ടുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അംഗീകരിക്കുക എന്നുള്ളത്, നമുക്ക് നിയമത്തെ അംഗീകരിക്കുക എന്നുള്ളത് ഒരു രാജ്യത്ത് വ്യക്തി നമ്മൾ നിയമം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതുപോലെ തന്നെ അന്താരാഷ്ട്ര നിയമങ്ങൾ ആരാണ് അംഗീകരിക്കേണ്ടത്? രാജ്യങ്ങൾ അത് അംഗീകരിക്കുക, അതിനനുസരിച്ചിട്ടുള്ള നീക്കുപോക്കുകൾ വരുത്തുക എന്നുള്ളത് മറ്റു രാജ്യങ്ങളുടെ അന്താരാഷ്ട്ര തല ചർച്ചകളുണ്ടല്ലോ. അപ്പം UN ആണല്ലോ ഏറ്റവും വലിയ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ UNൻ്റെ കീഴിൽ വരുന്ന ഈ സബ് സിസ്റ്റത്തിൻ്റെ UNനകത്ത് തന്നെ വരുന്ന അതിനകത്ത് തന്നെ വരുന്നതാണ് ഈ പറഞ്ഞ അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ തന്നെ അതാത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇപ്പം ഗ്ലോബൽ ഇൻ്റർനാഷണൽ ലെവലിൽ ചർച്ചകളൊക്കെ നടത്തി അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളൊക്കെ അതിന് സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ ഇതൊക്കെ പറ്റൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇത് മാത്രമല്ല ഏതൊരു കാര്യം വരച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഒരുപക്ഷെ ഇറാന് ഏത് രീതിയിൽ ഇത് നടപ്പിലാക്കാൻ സാധിക്കും ഒമാൻ്റെ ഹെൽപ്പില്ലാതെ അല്ലെങ്കിൽ ഒമാൻ്റെ ഭാഗത്തു നിന്നൊരു ഗ്രീൻ സിഗ്നൽ ഇല്ലാതെ നമുക്ക് അത് അറിയില്ല നമുക്ക്. അപ്പോൾ ഇത് ഏർപ്പെടുത്തുകയാണെങ്കിൽ ഇറാനെ സംബന്ധിച്ചല്ല ഇറാൻ ഈ ഒരു ടോൾ ഏർപ്പെടുത്തുകയാണെങ്കിൽ നമുക്കറിയാം അത് മറ്റു രാജ്യങ്ങൾക്ക് കൂടുതൽ ചിലവുണ്ടാക്കുന്നൊരു കാര്യമാണ്. കാരണം ഇപ്പം ഇല്ലാത്ത ഒരു സംവിധാനം പുതിയതായിട്ടുണ്ടാകുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം ഇന്ത്യ വെളിയിൽ നമ്മൾ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഇന്നലെ വരെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് $100 ഒരു ബാരൽ ക്രൂഡിന് $100. ഇന്ന് ആ ബാരൽ ക്രൂഡിൻ്റെ വില $101 അപ്പോൾ $1 വ്യത്യാസമുണ്ടായി. അപ്പോൾ $1 വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സമസ്ത മേഖലകളിലും ഈ പറഞ്ഞ ചേഞ്ച് റിഫ്ലക്റ്റ് ആകും, പ്രതിഫലിക്കും. എന്നുവെച്ചാൽ മറ്റുള്ളതിൻ്റെ എല്ലാം കോസ്റ്റ് രാജ്യത്ത് കൂടും. അപ്പോൾ ഇത് ഉദാഹരണത്തിന് നമ്മൾ ഈ $100 നമുക്ക് മേടിക്കാൻ കഴിയുന്ന ഈ ക്രൂഡ് ഹോർമോസുകൾ വരുമ്പോൾ ഇറാന് ഇതിൻ്റെ മുകളിൽ ഈ ടോൾ ഏർപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തേക്ക് അത് വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ക്രൂഡിൻ്റെ വില കൂടും. അപ്പോൾ ക്രൂഡിൻ്റെ വില കൂടുമ്പോൾ തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു രാജ്യത്ത് വില കൂടും. നമുക്കറിയാം എണ്ണയുടെ വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ നമ്മൾ എണ്ണ മേടിക്കുന്ന വില കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കറിയാം. ഇത് ഷിപ്പിംഗ് കോസ്റ്റ് കൂട്ടും, ഇൻഷുറൻസിൻ്റെ വില കൂടും, ഫ്രൈറ്റ് ചാർജ് കൂടും, അങ്ങനെ ഒത്തിരി ചാർജുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് കൂടുന്നതുകൊണ്ട് ഫൈനൽ ക്രൂഡിൻ്റെ പ്രൈസിങ് നമ്മുടെ രാജ്യത്ത് തീരത്ത് അടുക്കുമ്പോഴത്തേക്കുള്ള പ്രൈസ് വളരെ കൂടും, നമ്മളവിടുന്ന് മേടിക്കുന്ന കോസ്റ്റിനേക്കാൾ കൂടും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തൊക്കെ തന്നെ അത് നമ്മളെപ്പോലുള്ള ജനജീവിതത്തെ അത് കൂടുതൽ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞൊരു ടോള് ഏർപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് നമ്മളെപ്പോലുള്ള ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ കോസ്റ്റിൽ നമുക്ക് ക്രൂഡ്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഓയിൽ അല്ലെങ്കിൽ എനർജി നമുക്ക് കൂടുതൽ കോസ്റ്റിൽ നമുക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നുണ്ട്. രാജ്യത്ത് അത് പ്രൈസ് ഹൈക്ക് അല്ലെങ്കിൽ ഈ മറ്റ് അനുബന്ധ എല്ലാ സമസ്ത മേഖലകളിലും അതിൻ്റെ ആയിട്ടുള്ള വിലവർദ്ധനവും അല്ലെങ്കിൽ കോസ്റ്റ് എസ്കലേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ രാജ്യത്തെ ജനജീവിതത്തെ അത് കൂടുതൽ, നമ്മുടെ രാജ്യത്തല്ല എല്ലാ രാജ്യത്തും തന്നെയാണ്, കാരണം എല്ലാ രാജ്യങ്ങൾക്കും ഇത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു നമുക്ക് ഇക്കണോമിക് കോസ്റ്റ്, നമ്മുടെ ലൈഫിൻ്റെ ഇക്കണോമിക് കോസ്റ്റ് നമുക്ക് കൂടും. അപ്പോൾ ഈ പറഞ്ഞ ഒരു ഇറാനിനകത്തുള്ളൊരു കടുംപിടുത്തം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും തന്നിട്ട്. അപ്പോൾ അവരിനകത്തിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതയൊന്നുമില്ല. അപ്പോൾ ഈ GCC ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവർ ഈ ഹോർമൂസ് ക്ലോസ് ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെറ്റ് ബാക്ക് ഈ ഞാൻ പറഞ്ഞ രണ്ട് രാജ്യങ്ങൾ, ഈ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്കും ഉണ്ട്. കാരണം അവർക്ക് ഇത് എക്സ്പോർട്ട് ചെയ്തില്ലെങ്കിൽ റവന്യൂ കിട്ടത്തില്ല. ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ, നമ്മളെപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ഓയിൽ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ
ജീവിതം, രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ അത് കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നതുകൊണ്ട് രണ്ട് കൂട്ടർക്കും. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ തന്നെ GCC രാജ്യങ്ങളിലൊക്കെ തന്നെ നമ്മുടെ രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെയാണ് ആഹാരങ്ങളും ഭക്ഷണങ്ങളും പച്ചക്കറികളും ഒക്കെ തന്നെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങോട്ടുള്ള നമ്മുടെ രാജ്യത്തു നിന്ന് അങ്ങോട്ടുള്ള എക്സ്പോർട്ടും എന്നുവെച്ചാൽ അവരുടെ ഇമ്പോർട്ടും പിന്നെ സ്റ്റോപ്പാകും, അവരുടെ എക്സ്പോർട്ടും. അവരെ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ എനർജി, ക്രൂഡ് അല്ലെങ്കിൽ ഫെർട്ടിലൈസറൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഗൾഫിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഗൾഫിൽ നിന്നും ഏകദേശം ഈ 20% ലോക ഫെർട്ടിലൈസേഴ്സിൻ്റെ 20% അല്ലെങ്കിൽ 20% മുകളിലും ഗൾഫിൽ നിന്നാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഫെർട്ടിലൈസർ ഇല്ലാതെ അഗ്രികൾച്ചർ ഉണ്ടാകത്തില്ല, അപ്പോൾ അത് ഫുഡ് സെക്യൂരിറ്റിയൊക്കെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി കാസ്കേഡിങ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ചെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ ഇത് ഈ ഹോർമോസ് തുറന്നു കഴിഞ്ഞാൽ തന്നെയും ഈ വിലക്കകത്തിൽ വർധന ഉണ്ടാകും, കാരണം ഈ ടോൾ പിരിവ് കാരണം. അപ്പോൾ അത് എല്ലാ രാജ്യങ്ങളെയും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നതായതുകൊണ്ട് ഇത് അന്താരാഷ്ട്ര തലത്തിൽ രാജ്യങ്ങളൊന്നും തന്നെ ഇതിനോട് തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഏതെല്ലാം രാജ്യങ്ങളെ ബാധിക്കുന്നുണ്ട് എന്നുള്ള ആ രാജ്യങ്ങളൊന്നും തന്നെ ഇത് തീർച്ചയായിട്ടും അംഗീകരിക്കാനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ ഇല്ല. പക്ഷേ തീർച്ചയായിട്ടും ഇത് നമുക്കൊരു ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമായിട്ട് നമ്മൾ ജിയോ പൊളിറ്റിക്സിലൊക്കെ തന്നെ ചില രാജ്യങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ഒരു ഹോൾഡ് കിട്ടുമല്ലോ, അല്ലെങ്കിൽ ഒരു ഗ്രിപ്പ് കിട്ടുമല്ലോ. അപ്പം തീർച്ചയായിട്ടും മറ്റു രാജ്യങ്ങൾക്ക് അത് അംഗീകരിക്കുക എന്നുള്ളത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാകുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് ചിലപ്പോൾ രാജ്യങ്ങൾ മനസ്സോടെയും നമുക്കിത് അംഗീകരിക്കേണ്ടി വരും. അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ചെന്നിട്ട് ഇറാനെതിരെ യുദ്ധം ചെയ്തിട്ട് അതിലൊരു എന്താണ് പറയുന്നത് സൊല്യൂഷൻ ഉണ്ടാക്കും. പക്ഷേ അതങ്ങനെ സാധിക്കത്തില്ല, അതങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നമുക്ക് ഈ പറഞ്ഞ യുദ്ധം നിർത്താൻ ഉള്ള ഒരു കണ്ടീഷനിൽ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള ഉപാധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹോർമോസ് തുറക്കുക എന്നുള്ളതാണ്. പക്ഷേ ഹോർമോസ് തുറക്കാൻ ഇറാൻ തയ്യാറാണ്. പക്ഷേ ഈ ഒരു കണ്ടീഷൻ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇനിയും പാകിസ്ഥാനിൽ ഇതിൻ്റെ ചർച്ചകൾ നടക്കാൻ പോവുകയാണ് ഇല്ലേ? ഈ രാജ്യങ്ങൾ നമ്മൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ പാകിസ്ഥാൻ ആസ്ഥാനമാക്കി, പാകിസ്ഥാനാണല്ലോ ഇപ്പോൾ ഈ ലോകത്തിലെ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ. കാരണം അതുകൊണ്ട് തീർച്ചയായിട്ടും, കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് എന്തുകൊണ്ട് അതിൽ കൂടുതൽ ശുഷ്കാന്തി കാണിക്കുന്നു എന്നുള്ളത് അത് വേറൊരു ടോപ്പിക്കാണ്. അത് നമുക്ക് പാകിസ്ഥാനിൽ നേരത്തെ പറഞ്ഞിട്ട് ഈ ചെകുത്താനും കടലിനും ഇടയില്ല എന്നുള്ള അവസ്ഥയാണ്. കാരണം സൗദിയായിട്ടിലെ ഒരു പ്രതിരോധ കരാർ ഒപ്പുവെച്ച് പോയി. അതുകൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാൻ കാരണം പാകിസ്ഥാൻ ഒപ്പുവെച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ പൂർണ്ണ മനസ്സോടുകൂടി. കാരണം സൗദിയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ആഗ്രഹത്തിൽ പോയി അതിനകത്തിൽ ചാടിയെന്ന് വരയ്ക്കത്തില്ല. കാരണം പാകിസ്ഥാനെ അമേരിക്ക അറിയാതെ സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഇങ്ങനൊരു മിലിറ്ററി എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ട്രീറ്റി എന്നാണ് പറയുന്നത്, ഒരു പ്രതിരോധ കരാർ എന്തോലും അത് സാധ്യമാകത്തില്ല. അത് ഒരു പക്ഷേ ഇങ്ങനൊരു യുദ്ധത്തിൻ്റെ എന്താണ് പറയുന്നത് യുദ്ധം ഉണ്ടാകും. കാരണം യുദ്ധം ഉണ്ടാക്കിയത് അമേരിക്ക ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആയിരിക്കും അറിയാവുന്ന യുദ്ധം എന്നും ഉണ്ടാകും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണല്ലോ. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു ട്രീറ്റി സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാക്കിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. അപ്പോൾ പാകിസ്ഥാന് ഒരിക്കലും അത് ഈ യുദ്ധത്തിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അത് ചൈന എന്നുള്ളൊരു ഫാക്ടറുണ്ട്. കാരണം ഇറാനും പാകിസ്ഥാനും ചൈനയെ സംബന്ധിച്ച് അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വശങ്ങളാണ്. അപ്പോൾ ഇറാനും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചൈനയെ സംബന്ധിച്ച് അതൊരിക്കലും സ്വപ്നത്തിൽ പോലും, കാരണം ഇറാനും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ അമേരിക്കയും ഇസ്രായേലും സൗദിയൊക്കെ വിചാരിക്കുന്ന പോലെ ചൈനയിനകത്തിൽ ട്രാപ്പ് ചെയ്ത് ഇറാനെതിരെയുള്ളൊരു യുദ്ധം വാർ ഫ്രണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പെട്ടെന്ന് നിൽക്കാൻ സാധ്യതയുള്ളൊരു, കാരണം ഈ വാർ ഫ്രണ്ട് ടോട്ടലായിട്ട് ഇങ്ങോട്ട് മാറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇറാനും പാകിസ്ഥാനും തമ്മിൽ ഈ പറഞ്ഞ പണ്ട് ഒരുപക്ഷെ ഇറാനും ഇറാഖും തമ്മിൽ ഒരു 8, 9, 10 വർഷത്തിനുള്ളിൽ നിന്ന ഒരു വാർ ഓഫ് അട്രീഷൻ പോലെ ഇത് മുന്നോട്ട് പോകുവാൻ, കാരണം രണ്ടിനെ ഈ പറഞ്ഞ ഒരു വാർ ഫ്രണ്ടിലെ യുദ്ധത്തിൽ ട്രാപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ സംഗതി കുശാല. കാരണം ഇറാൻ അവർ ഉദ്ദേശിക്കുന്നത് ചൈനയ്ക്ക് ചീപ്പായിട്ടുള്ള എനർജി കിട്ടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഉദ്ദേശം എന്നുള്ളത്. അപ്പോൾ ഇറാൻ യുദ്ധത്തിലായി കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും നമുക്കറിയാം എത്രത്തോളം ചൈനയ്ക്ക് പഴയ പോലെ ചീപ്പായിട്ടുള്ള, ചൈനയ്ക്ക് മാത്രമല്ല ഇന്ത്യക്കും, ഇറാനിൽ നിന്നുള്ള ഓയിൽ മാത്രമല്ല മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഓയിൽ ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങൾക്കും ഒരുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ്ട് യുദ്ധം തുടർന്നുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ,
കാരണം യുദ്ധം ഇപ്പോൾ അവിടെ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, മിഡിൽ ഈസ്റ്റിൽ തന്നെ വേണം നിർബന്ധങ്ങളൊന്നുമില്ല. കാരണം ഇറാനും പാകിസ്ഥാനും ആയാലും കുഴപ്പങ്ങളൊന്നുമില്ല അവരെ സംബന്ധിച്ച്. അപ്പോൾ അതൊരു ലോങ് വാർ ഓഫ് അട്രീഷൻ ആയിട്ട് അതിനെ പിന്നെ എന്താണ് പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരുപക്ഷെ അവരുടെ ഭാഗത്തുനിന്നൊരു തന്ത്രപരമായിട്ടുള്ള ഉദ്ദേശം ലക്ഷ്യം കാണും. അപ്പോൾ അതിനെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും ചിലപ്പോൾ സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഈ സ്ട്രാറ്റജിക് മിലിറ്ററി ട്രീറ്റി അവർ പാകിസ്ഥാനെ അതിനകത്തിൽ ഒരുപക്ഷെ പ്രഷർ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. കാരണം ഒരു ലെസർ പവർ ആയതുകൊണ്ടും അമേരിക്കയുടെ നമുക്കറിയാം മൈറ്റും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ അവരുടെ ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റും ഒക്കെ തന്നെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ പിന്നെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ, അപ്രൂവൽ ഇല്ലാതെ, പെർമിഷൻ ഇല്ലാതെ, അവരുടെ അറിവില്ലാതെ, അല്ലെങ്കിൽ അവരിനകത്തിൽ മുൻകൈ എടുക്കാതെ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു മിലിറ്ററി എഗ്രിമെൻറ്റ് ഒരിക്കലും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം അതിനകത്തിൽ നിന്ന് ആ ഒരു ത്രിശങ്കു സ്വർഗത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള പാകിസ്ഥാനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ആയിരിക്കാം പാകിസ്ഥാൻ വളരെ അവർ ഇല്ലെന്ന് പറയുന്നില്ല. കാരണം ഈ ഒരു ഈ യുദ്ധം തുടർന്നുകൊണ്ട് പോകാൻ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നല്ല എനർജിയാണ് ഏറ്റവും വിഷയം. മറ്റ് വിഷയങ്ങളൊന്നും നമുക്കില്ല. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് എനർജിയൊന്നുമില്ല. അവർക്ക് എനർജി കിട്ടിയാലും ഇല്ലെങ്കിലും ശരി, ഈ യുദ്ധം മുന്നോട്ട് പോകുന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു ട്രാപ്പിൽ അകപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പാകിസ്ഥാൻ ഈ പറഞ്ഞ കാര്യത്തിൽ വളരെ ശുഷ്കാന്തിയോടുകൂടി ഏതെങ്കിലും തരത്തിൽ അവരെ അതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, ഈ സമാധാന ചർച്ചയ്ക്ക് അവർ ആത്മാർത്ഥമായിട്ട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, ഇനി ചൈനയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും, കാരണം ചൈനയ്ക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ചൈനയെ സംബന്ധിച്ച് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അങ്ങനെ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പെട്ടെന്ന് തന്നെ നിലനിൽക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അതൊരു ലോങ് വാർ ഓഫ് അട്രീഷൻ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും പാകിസ്ഥാൻ ഒരു പക്ഷേ ഈ ഒരു കാര്യത്തിൽ വളരെ എന്താണ് പറയുന്നത് ഒരു പ്രൊവാക്റ്റീവായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുന്നത്. ഓക്കെ, എനിവേ അവർ ഇറാനും അമേരിക്കയും തമ്മിലുള്ള പീസ് ടോക്ക് നടക്കുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇസ്ലാമാബാദിൽ അല്ലെങ്കിൽ കറാച്ചിയിൽ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം ടോപ്പിക്കോട് അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഇലക്ഷൻ ഡേ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.